ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരയും ചേരുന്ന കന്നിരാശിയിൽ ജനിച്ചിട്ടുള്ള ആൾ അനവധിയാണ് നമുക്കുള്ളത്. നമ്മൾ അനവധി ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകും. അത് ചെറിയ കുറുമ്പൊക്കെയുള്ളൊരു സ്വഭാവ രീതിയാണ്. അത്തരം സ്വഭാവ രീതികളൊന്ന് മാറ്റാൻ ഈ ഒരു വർഷം പരിശ്രമിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും മടി പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റാൻ ഈ ഒരു വർഷം ഒന്ന് പരിശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏതൊരു ജോലി ഏറ്റെടുത്താലും അത് വളരെ വേഗം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ളൊരു നിർബന്ധശീലം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. പുതിയ പുതിയ ആശയങ്ങളൊക്കെ മനസ്സിൽ ഉദിക്കുന്നതിന് ഇടയായിത്തീരുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷേ അത് ചെയ്തു തുടങ്ങുന്നതിനൊരു മടി പിടിക്കുന്ന സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ സ്വഭാവ രീതി ഒന്ന് മാറ്റാൻ ഈ ഒരു വർഷം ഒന്ന് പരിശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. സാമ്പത്തികമായ ഇടപാടുകൾ ഈ ഒരു വർഷം കരുതലോടുകൂടി ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നല്ലത്. ഇപ്പൊ ജാതകമൊക്കെ എഴുതാൻ കൊടുക്കും. അപ്പൊ പുറത്ത് എഴുതാൻ കൊടുക്കുമ്പോൾ നല്ലോണം സമയം എടുക്കും, പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഇപ്പൊ എനിക്കാണെങ്കിൽ എന്നെ ആക്ച്വലി ഇപ്പൊ ജാതകം എഴുതാം. ബിക്കോസ് ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ജാതകം ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് പേരും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജനറേഷനിലും എന്തുകൊണ്ട് എപ്പോഴും ആൾക്കാർ ജ്യോത്സ്യന്മാരെ അപ്രോച്ച് ചെയ്യുന്ന ജാതകം എഴുതാൻ? എന്തായാലും മോൾ എഴുതണ്ട കേട്ടോ, ഉള്ള ജ്യോത്സ്യന്മാരുടെ പണി കളയാൻ വേണ്ടി നിൽക്കണ്ട. മോൾ ശരിയാണ്, മോൾ ചോദിച്ച ചോദ്യം. ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തും ജനന വിവരങ്ങൾ കൊടുത്താൽ അപ്പോൾ തന്നെ ജാതകം പ്രിന്റ് ചെയ്ത് നമുക്ക് വരും. പക്ഷെ അതിൽ ഒരേ സ്ക്രിപ്റ്റഡ് ആയിരിക്കും സാധനം. നമ്മളതെടുത്ത് വായിച്ചു നോക്കിയാൽ ഈ പറയുന്ന ഫലങ്ങൾ ഒരാൾക്ക് പറയുന്ന അതേ, ഇപ്പൊ ബുദ്ധദശയിൽ ഇന്നതാണ് ഫലം എന്ന് ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നത് മറ്റതിൽ അങ്ങനെ. ഈ ജ്യോതിഷത്തിനൊരു യുക്തിയുണ്ട്. അത് ഈ ജാതകത്തിനെ അനലൈസ് ചെയ്യുന്ന ഒരാളുടെ ബുദ്ധിയാണ്. അതൊരു പക്ഷേ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അത് ഒരു ജാതകം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഘടകങ്ങൾ മാത്രം വെച്ചിട്ടല്ല അതിനെ അനലൈസ് ചെയ്ത് സംസാരിക്കുന്നത്. ഇതിലൊരു കണക്കുണ്ട്. ആ കണക്ക് കൂട്ടിയിട്ട് അതിനെ പല ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു ഫലം പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഈ ഗ്രഹങ്ങൾ സഞ്ചാരപാതയിൽ ചിലപ്പോൾ അവർക്ക് വേഗത കുറയുമ്പോൾ വക്രം എന്നുള്ള നിലയിലേക്ക് ജ്യോതിഷത്തിൽ പറയാറുണ്ട്. ഈ ഒരു ഗ്രഹം വക്രമാണ് എന്നുള്ള നിലയിൽ എന്ന് വെച്ചാൽ പിറകോട്ട് സഞ്ചരിക്കുന്നില്ല, വേഗത കുറയുന്നതാണ് ശരിക്കും. ആ സമയത്ത് ആ ഗ്രഹത്തെ ഉച്ചഫലം കിട്ടും എന്നുള്ള രീതിയിലാണ് ജ്യോതിഷം അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല ഫലം കിട്ടും എന്നാണ്. പക്ഷേ അതേ സാധനത്തിൽ വക്രം എന്ന് പറയുന്ന ഒരു ഉച്ചഫലമാണ്. ചില ഗ്രഹങ്ങൾക്ക് ഉച്ചമുള്ള രാശി എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ കർക്കടക രാശിയിൽ വ്യാഴത്തിന് ഉച്ചമാണ്. എനിക്ക് കർക്കടക വ്യാഴമാണ് എന്ന് വെച്ചാൽ നല്ല ഫലം തരുന്നതാണ്. അപ്പൊ കർക്കടകത്തിൽ നിൽക്കുന്ന ഗ്രഹം ഉച്ചത്തിലുമാണ് വക്രത്തിലുമാണെങ്കിൽ എന്താണ്? വക്രത്തിൽ നല്ല ഫലമാണ്, ഉച്ചത്തിലാണെങ്കിൽ നല്ല ഫലം എന്നല്ലേ നമ്മൾ ചിന്തിക്കൂ. പക്ഷേ ജ്യോതിഷത്തിൽ ഒരു പദ്യത്തിൽ പറയുന്നത് അങ്ങനെ വന്നാൽ അത് മോശഫലം. അടുത്ത തുലാരാശിയാണ്. തുലാരാശിയിൽ ആരാ? നമ്മൾ തുലാരാശിയിൽ ആദ്യം പറയാൻ പോകുന്നതായിട്ട് മോൾ ഞെട്ടരുത്, ആരെയും കബളിപ്പിക്കരുത്. മോൾ പലപ്പോഴും കബളിപ്പിക്കും എന്നല്ല, പക്ഷെ തമാശന് പോലും പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള കബളിപ്പിക്കലുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അബദ്ധങ്ങളിലൊക്കെ നമ്മളും പോയി പെടാറുണ്ട്. അതുകൊണ്ട് കഴിവതും മറ്റൊരാളെ അപമാനിക്കുന്ന ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ പറയാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് പൊതുവെ ഈ രാശിക്കാരെ സംബന്ധിച്ച്, തുലാരാശിക്കാരെ സംബന്ധിച്ച് നല്ലതാണ്. മനോഹരമായി സംസാരിക്കുന്നതിനുള്ള കഴിവ് ഈ തുലാരാശിക്കാരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും, ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു കാര്യം കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞാലും അത് കച്ചവടം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കഴിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ആ കഴിവ് പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. അതുകൊണ്ട് ഈ വർഷം അത്തരം കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരാളോടൊരു ആത്മാർത്ഥത തോന്നിയാൽ, സ്നേഹം തോന്നിയാൽ അവരെ അതിന് കവിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവ രീതി പൊതുവിൽ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചതിക്കുഴികളിൽ അകപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അങ്ങനെ എല്ലാം അന്ധമായി എല്ലാം ശരിയാണ്, അവർ മുഴുവൻ ശരിയാണ് എന്ന തരത്തിൽ മാത്രം അതിനെ എടുക്കാതിരിക്കാൻ, വിശ്വസിക്കാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഉയർന്ന ജീവിത ആദർശങ്ങൾ പുലർത്തുന്ന ഒരു സ്വഭാവ രീതിയും ചിന്താഗതിയും നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷെ ചെറിയ കാര്യങ്ങളിൽ പതറിപ്പോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കഴിവതും പതറാതെ ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ പ്രൊഫഷൻ ജ്യോതിഷമായിട്ട് ഒരു ഇതിൽ പറയുന്നില്ലേ ജ്യോതിഷം തട്ടിപ്പാണെന്ന്? ഏതില്?
ഞാൻ കണ്ടതല്ല, ഒരു കമന്റ് ബോക്സിൽ വായിച്ചിട്ടുണ്ട്. മോളെ ഞാനേക്കും പറഞ്ഞിട്ടില്ല. ചോദ്യം എന്താ? ചേട്ടൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞതായിട്ടായിരുന്നു. അങ്ങനെ തട്ടിപ്പാണോ? ശരിക്കും മോളെ ജ്യോതിഷം തട്ടിപ്പുള്ള കാര്യമൊന്നുമല്ല. ജ്യോതിഷത്തിനെ വേണമെങ്കിൽ നമുക്ക് തട്ടിപ്പിന് ഉപയോഗിക്കാം. ആ ജ്യോതിഷത്തിനെന്നല്ല, എല്ലാ പ്രൊഫഷനെയും നമുക്ക് തട്ടിപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിലും മറ്റേത് പ്രൊഫഷൻ ആണെങ്കിലും ജ്യോതിഷത്തിൽ ഒരു തട്ടിപ്പൊന്നുമില്ല. അതിൽ നല്ല കാര്യങ്ങൾ, ഒരാൾ എങ്ങനെ ജീവിക്കണം, ഒരാൾ എന്തൊക്കെയാണ് അയാളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, ആ പ്രവർത്തികൾ, ഒരു പ്രതിസന്ധിയിൽ നിന്ന് അയാൾ എങ്ങനെ കരകയറണം, ഒരു ജീവിതം എങ്ങനെ നയിക്കണം, കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒത്തിരി നന്മ നിറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനെ തട്ടിപ്പ് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വലിയ സമയമോശമുള്ള സമയത്ത് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അകാലചര്യാം മൃഗയാം ച സാഹസം സുദൂരയാനം ഗജവാജി വാഹനം എന്നൊക്കെ പറഞ്ഞ, അതായത് അകാലത്തിലുള്ള യാത്രകൾ ഒഴിവാക്കുക, വാഹനം ദൂര യാത്രകൾ ഒഴിവാക്കുക, സാമ്പത്തിക ഇടപാടുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നാൽ കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ടു തന്നോ ഞാനെല്ലാം ശരിയാക്കാമെന്നും നമുക്ക് പറയാം. അത് തട്ടിപ്പിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണല്ല. ഞാൻ ജ്യോതിഷം തട്ടിപ്പാണെന്നല്ല, ഇതിനെ തട്ടിപ്പിന് ഉപയോഗിക്കുന്നവരുണ്ട്. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വേർഷൻ, അല്ലാതെ ജ്യോതിഷം തട്ടിപ്പാണ് എന്നല്ല. ഈ ആഷിലാണ് ഇവിടുത്തെ ആകെ വൃശ്ചിക കൂറുകാരി. വൃശ്ചിക കൂറുകാരി എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും, പഠിക്കുന്നിടത്താണെങ്കിലും, ഓഫീസിലാണെങ്കിലും നേതൃസ്ഥാനത്ത് വരണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകും. ചെറിയ കുറ്റപ്പെടുത്തലുകൾ പോലും അത് സഹിക്കാൻ പറ്റാത്ത ഒരു രീതി, ആ സ്വഭാവം ഒന്ന് മാറ്റാൻ ഈ ഒരു വർഷം ഒന്ന് പരിശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സാമ്പത്തികമായി എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിനിടയായി തീരുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ വർഷം സമ്പാദ്യശീലം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കോണം. ചെറിയ ചെറിയ സമ്പാദ്യമാണെങ്കിലും പൈസ സ്വരുക്കൂട്ടി വെക്കാൻ ഈ ഒരു വർഷം നോക്കണം. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവ രീതിയും അത് പെട്ടെന്ന് പ്രാവർത്തികമാക്കുന്ന ഒരു സ്വഭാവ രീതിയും നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. തീരുമാനങ്ങൾ എടുക്കുന്നതിലൊന്നും തെറ്റില്ല, പക്ഷെ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനങ്ങളിൽ മറ്റുള്ളവരെ കൂടി ഒന്ന് കേൾക്കാൻ ഒരല്പസമയം ചെലവഴിക്കുന്നത് നല്ലതാണ്. ഉയർച്ചയിൽ അതിയായ ആഗ്രഹമുള്ള ഒരു സ്വഭാവ രീതി ആണ് നിങ്ങൾക്കുള്ളതെങ്കിലും പലപ്പോഴും പ്രവർത്തനങ്ങളിൽ മടി പിടിക്കാറുണ്ട്. അങ്ങനെ മടി പിടിക്കാതിരിക്കാൻ നിങ്ങളോടൊന്ന് പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത രാശിയിലേക്ക് പോണോണ്ടാ? ഞാൻ ഒരു ചോദ്യം ചോദിക്കും മോളെ. ഞാൻ ഈ അടുത്ത് എന്റെ വീടിന്റെ അടുത്ത് ഒരു വീട് പണിയുന്നുണ്ട്. ആ വീട് പണിയാൻ തുടങ്ങിയിട്ട് 2.5 കൊല്ലമായി. ഞാൻ അതിലൂടെ നടന്നു പോകുമ്പോഴേക്ക് ഞാൻ വിചാരിക്കും കുറെ നാളായാലും ഈ വീട് പണിയാൻ തുടങ്ങിയിട്ടെന്ന്. അപ്പോ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതിന്റെ വാസ്തു ശരിയല്ല എന്ന് വാസ്തുക്കാരൻ പറഞ്ഞു, അതുകൊണ്ടിട്ടാണെന്ന് പറഞ്ഞു. ആദ്യം ഒരു തൂണ് വെച്ചു, അത് പൊളിച്ചു മാറ്റി വേറെ സ്ഥലത്ത് തൂണ് വെച്ചു. ഒരു അടുക്കള പണിതു. ആ അടുക്കളേന്റെ ഭാഗത്ത് റൂമാണ് വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് റൂം പണിത് അടുക്കള വേറെ സ്ഥലത്തോട്ട് മാറ്റി. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന ഒരു വീടിന്റെ പണി പൂർത്തിയാവത്തില്ല. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ഒരു വീട് പണിയുണ്ട്. ഈ വാസ്തു എന്ന് പറയുന്ന, വാസ്തുവിദ്യ എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഒരു വീട് പണി തടസ്സപ്പെടുത്താൻ ഉള്ളതല്ല. മനുഷ്യന് വീട് വെക്കാനുള്ളതാണ്. അത് ഈ പറയുന്ന ആളുകൾക്ക് ഒരു ബോധ്യം വേണം. ഈ കേൾക്കുന്ന വീട്ടുകാരോട് അവരോട് ചോദിച്ചത് നന്നായി. നമ്മളെപ്പോൾ വീട് വെക്കുമ്പോഴും ഓരോ ആളുകൾ വന്ന് ഓരോരോ അഭിപ്രായങ്ങൾ പറയും. നമ്മൾ ഈ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുത്താൽ നമുക്ക് ആ വീട് പണി പൂർത്തിയാക്കാൻ കഴിയില്ല. ഈ വാസ്തുവിലെ നിയമങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്. ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് എഴുതപ്പെട്ടു വന്നിട്ടുള്ള നിയമങ്ങളാണ് വാസ്തുവിൻ്റെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലുള്ളത്. അതെങ്ങനെയാണ് നിയമങ്ങൾ പലതും? ഏക്കർ കണക്കിന് വസ്തു ഉള്ളപ്പോൾ അവർക്ക് വീട് വയ്ക്കാൻ ഉതകുന്ന നിയമമാണ്. ഒരു വസ്തു വീട് വെക്കാൻ യോഗ്യമാണോ എന്ന് കണ്ടെത്താൻ തന്നെ വാസ്തുവിൽ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിയമമൊക്കെ അന്നത്തെ കാലത്ത് കുറേയേറെ വസ്തുവുള്ള ആളുകൾക്ക് പ്രാക്ടിക്കലാണ്. ഇന്ന് ചെറിയ വസ്തുവിൽ നമ്മൾ വീട് വെക്കേണ്ടി വരുമ്പോൾ, 3.5 സെൻറ്റ് വസ്തുവിൽ, 4 സെൻറ്റ് വസ്തുവിലൊക്കെ വീട് വെക്കേണ്ടി വരുമ്പോൾ നമുക്ക് വാസ്തുവിലെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിയില്ല. അത് വീട്ടുകാർ മനസ്സിലാക്കുക. ഒരാളെ നോക്കി നിങ്ങൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളെ കേൾക്കാതിരിക്കുക. അത് മാത്രമേ എനിക്കിതിനൊരു പ്രതിവിധിയായി പറഞ്ഞു തരാനുള്ളൂ. നമുക്ക് അടുത്തതേ ധനുവല്ലേ? ആരാ ധനു? ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൽ കാലം ചേരുന്ന ധനുരാശി കൂറിൽ ജനിച്ച ആളുകൾ, നിങ്ങൾ ഒരു സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ആരും നിങ്ങളുടെ കാര്യങ്ങളിൽ ഒത്തിരി കൈകടത്തുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്വതന്ത്ര സ്വഭാവ രീതിയുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളെ സഹായിക്കാനെത്തുന്നത് പോലും നിങ്ങൾ കൈകടത്തൽ എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ വ്യാഖ്യാനിക്കാതെ മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല കൗശല ബുദ്ധി നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട്, അതുകൊണ്ട് എന്ത് കാര്യവും യുക്തിപൂർവ്വം തിരഞ്ഞെടുക്കാനും ചെയ്തു തീർക്കാനുമുള്ള ഒരു കർമ്മകുശലതയും നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ആ കൗശല ബുദ്ധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പോകാൻ ഈ ഒരു വർഷം നോക്കുന്നത് നല്ലതാണ്. എല്ലാവരെയും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും അതും ഈ ഒരു വർഷം മാറണം. കാരണം ചിലപ്പോൾ നമ്മൾ ഒരാൾ മോശമാണ് എന്ന് ചിന്തിക്കുന്ന ആൾ ഒരുപക്ഷെ അങ്ങനെ ആകണം എന്നില്ല. നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആൾ മോശമാകണമെന്നില്ല, മോശമാണെന്ന് ചിന്തിക്കുന്ന ആൾ നല്ലതാകണമെന്നും ഇല്ല. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, ഒരാളെ മനസ്സിലാക്കി മാത്രം ഏതൊരു കാര്യവും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണ്. ഞാൻ ആരാ ചോദിക്കുന്നേ? പറമോളെ. നമ്മുടെ ഈ ലോകം ഇപ്പൊ ഭയങ്കര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണല്ലോ. അപ്പൊ ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇപ്പൊ AI ക്യാമറകളൊക്കെ വന്നു. അപ്പം ഈ ആസ്ട്രോളജി സയന്റിഫിക്കലി പ്രൂവൺ അല്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ചേട്ടൻ എന്തുകൊണ്ട് ഇതിൽ വിശ്വസിക്കുന്നു? ശരിയാണ്, ടെക്നോളജി ഒത്തിരി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ AI ക്യാമറയാണ്, ജ്യോതിഷവും മാറിയിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് എല്ലാ ജാതകങ്ങൾ എടുക്കാറുള്ളത്. പണ്ട് പഞ്ചാംഗമൊക്കെ നോക്കി കണക്ക് കൂട്ടി, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പഞ്ചാംഗമൊക്കെ കണക്ക് കൂട്ടി, ഞാൻ സംസ്കൃത കോളേജിലാണ് പഠിച്ചത്, തിരുവനന്തപുരത്ത്. അപ്പോൾ കണക്ക് കൂട്ടി അങ്ങനെ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ടെക്നോളജിയെ ജ്യോതിഷവും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പണ്ട് പറയുന്ന പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ സക്സസ് ആവത്തില്ല. കാരണം ആനയെ ദാനം ചെയ്യുക, കുതിരയെ ദാനം ചെയ്യുക എന്നൊക്കെയുള്ള പരിഹാരങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾ വരുമ്പോൾ മോള് നോക്കിക്കാൻ വന്നിട്ട് പോകുമ്പോൾ 2 ആനയെ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് നിലയ്ക്ക് എന്തോ പ്രശ്നമാണെന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പോൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ടെക്നോളജി എത്ര വളർന്നാലും മനുഷ്യൻ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾ വളരെ വലുതാണ്. പിന്നെ സയൻറ്റിഫിക്കലി സയൻസ് വെച്ച് പ്രൂവ് ചെയ്യാൻ ഇന്ന് പറ്റത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാളെ പറ്റാഴുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സയൻസും എപ്പോഴും പുതിയ പുതിയ പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ പഠനം വെച്ചിട്ട് മോൾ പറയുന്നത് ശരിയാണ്. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തറയും ചേരുന്ന മകരരാശിയാണ് നമുക്കുള്ളത്. ആരാണ് മകരരാശി? മോളെ, സുഹൃത്ത് ബന്ധങ്ങൾ വഴി ഉള്ള എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ ഒരു വർഷം ശ്രദ്ധിക്കണം. കാരണം ചതിവുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഉത്തരവാദിത്തമായിട്ട് ഏതൊരു കാര്യവും ചെയ്തു തീർക്കാൻ നിങ്ങളെ സംബന്ധിച്ച് ഇടയായി തീരുന്ന അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ട്. പക്ഷെ അത് നമ്മളുടെ ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ ഈ ഒരു വർഷം ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വലിയ വില കൽപ്പിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. മുഖസ്ഥിതിക്കൊക്കെ വഴങ്ങുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് നല്ലത്. കാരണം ഒരാൾക്ക് നമ്മളെ അങ്ങനെ എന്തെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ ഉടനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ലത്. വളരെ കരുതലോടുകൂടി മാത്രം ഏതൊരു കാര്യത്തിലും ഇടപെടാൻ ഈ വർഷം പരിശ്രമിക്കുക. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് കുംഭരാശിയാണ്. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. അവിട്ടുത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ചേരുന്ന കുംഭരാശിക്കൂറിൽ ജനിച്ച ആളുകൾ ഒറ്റ പ്രശ്നമുള്ളൂ, ഇടയ്ക്കിടെ ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു കാര്യം പറഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറ്റി പറയുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും ഈ ഒരു വർഷം അതൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നതിനും ചെയ്തു തീർക്കുന്നതിനും നല്ല കഴിവും പ്രാപ്തിയും നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങൾ യുക്തിയോടെ ഏറ്റെടുക്കാനും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാനും നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് വരുന്നത്. അതിനിടയിൽ സാമ്പത്തികമായ ചതിവുകളൊന്നും വരാതിരിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുറേ കാലമായിട്ട് ഇപ്പോൾ വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിച്ച് ഒത്തിരി വിഷമിച്ചൊക്കെ നിന്നിരുന്ന ആളുകൾ ഉണ്ടാവാം. നിങ്ങൾ ഈ വർഷം പ്രയത്നിക്കുക. തീർച്ചയായും അത്തരത്തിലുള്ള ചില സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നതിനും എല്ലാവരും പറഞ്ഞ പോലെ ജ്യോതിഷം ആൾക്കാരെല്ലാവരും അവരുടെ നല്ല കാലങ്ങളും ചിതകാലങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജ്യോതിഷന്റെ അടുത്താണല്ലോ പോകുന്നത്. ഈ ജ്യോതിഷന്മാര് തന്നെ അവരുടെ സ്വന്തം ജ്യോതിഷം നോക്കാറുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം, മേ ബി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ 7 ശനി എന്ന് പറഞ്ഞ ഒരു ടൈമാണ്. എൻ്റെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. അപ്പം ഈ സമയത്ത് എൻ്റെ ജാതകം നോക്കുമ്പം എനിക്ക് സാമ്പത്തികമായി വലിയ ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ടൈമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീട് പണിയൊക്കെ തുടങ്ങി. എന്നാലും പൈസ പോയിന്നാവും, നമുക്കൊരു വീടാവും. അതേ പറഞ്ഞ ഒരു കാര്യത്തെ പോസിറ്റീവായിട്ട് അവതരിപ്പിച്ചു. അപവാദങ്ങൾക്ക് ഭയങ്കര സാധ്യതയുള്ള സമയമാണ്. ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ച് പ്രോഗ്രാമിൽ ഇരുത്താൻ വിളിച്ചപ്പോഴും ഞാനൊന്ന് മടിച്ചു, കോളോ ക്യാമറയൊക്കെ ഉള്ളതിൽ. പക്ഷേ പിന്നെ നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് ഞാൻ വന്ന് ഇവിടെ ഇരുന്നു. അപ്പം എല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത്. എങ്കിലും നമ്മൾ അറിയാണ്ട്
ചില കാര്യങ്ങളിൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പം ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ വേണ്ടി ഇന്ന ടൈമിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അതിപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങളിൽ ചിലർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിലൂടെ മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കണം. അതിനാണ് ജ്യോതിഷം. ഇനി അടുത്തത് ഏതാണെന്നറിയോ? നമുക്ക് ലാസ്റ്റ് രാശിയാണ്. ഏതാ ലാസ്റ്റ് രാശി? മീനം. അതിന്റെ ആരാണ്? ഞാൻ അപ്പോൾ മോളെ മീനരാശിക്കാര് ശരിക്കും നല്ല സ്വഭാവമുള്ള ആളാണ്. ഞാനും മീനരാശിയാണ്, ഇടോട് മോശം കാര്യങ്ങൾ പറയരുത്. നമ്മൾ നല്ല സ്വഭാവമുള്ള ആളുകളാണ്. പക്ഷേ എപ്പോഴും ചില സെന്റിമെന്റ്സുകളിലൊക്കെ നമ്മൾ വീണു പോകാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. അത്തരം സെന്റിമെന്റ്സുകളിൽ വീഴാതിരിക്കാൻ ഈ ഒരു വർഷം ഒന്ന് പരിശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സാഹസികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചാടി ഇറങ്ങാതിരിക്കാൻ നോക്കിക്കോണം. അത് നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമ്പത്ത്, അതൊക്കെ നോക്കി മാത്രം ഏതൊരു കാര്യവും നോക്കാൻ ശ്രമിക്കണം. പിന്നെ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവ രീതികൾ നമ്മളെ സംബന്ധിച്ചുണ്ടാവും. പണ്ട് അതൊക്കെ ഓക്കെ ആയിരിക്കാം. പക്ഷെ ഇനി അങ്ങോട്ട് എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഈ ഒരു വർഷം ഒന്ന് ശ്രദ്ധിച്ച് അത് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് മനസ്സിലിരുത്തി മനസ്സിലാക്കിയ ശേഷം മാത്രം അതങ്ങനെ പറയുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ആരോഗ്യപരമായിട്ടും മറ്റും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യത ഈ ഒരു വർഷം കാണുന്നുണ്ട്. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? തീർന്നോ? തീർന്നില്ലേ? ചോദിച്ചു. എന്റെ ഇപ്പം ചേട്ടനറിയാം, ഇപ്പോഴത്തെ ജനറേഷനിൽ ആരും ഈ ജ്യോതിഷത്തിൽ വലിയ വിശ്വാസം ഒന്നും കൊടുക്കുന്ന ആൾക്കാരായിരിക്കില്ല. എന്നാലും ഇപ്പൊ ചേട്ടൻ പറയുന്ന നെഗറ്റീവും പോസിറ്റീവ് വശങ്ങളും ഞങ്ങൾ കേട്ടു. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഞങ്ങൾ എങ്ങനെ നല്ലൊരു ജ്യോതിഷനെ കണ്ടുപിടിക്കും? നല്ലൊരു ജ്യോതിഷനെ കണ്ടുപിടിക്കാൻ ഞങ്ങളിന് വേറെ ജ്യോതിഷനെ തപ്പി പോകേണ്ട ഗതിയാണോ ഇപ്പൊ ഉള്ളത്? നല്ലൊരു ജ്യോതിഷനെ കണ്ടുപിടിക്കാൻ ജ്യോതിഷന്റെ അടുത്ത് പോകണം. നിങ്ങളുടെ അടുത്തുള്ള നല്ല ജ്യോതിഷനെ അതല്ലേ? ശരിക്കും അതൊരു വലിയ ഒരു ടാസ്ക് ആണ്, ഒരു ആളെങ്ങനെയാണ് നല്ല ജ്യോതിഷൻ എന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ പറയുന്നൊരു കാര്യം, ഞാനടക്കം വലിയ പബ്ലിസിറ്റി ഉള്ള ആളുകളുടെ അടുത്തേക്ക് കഴിവതും പോകാതിരിക്കുക. കാരണം ഒന്നാമത്തെ കാര്യം വലിയ തിരക്കുകൾ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ഈ ലൈഫ് സ്റ്റൈൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ഒരുപാട് പണം ഉണ്ടാകും. ഇതിനെ സ്വാത്വികമായി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. എന്നുവെച്ചാൽ വളരെ ജെനുവിനായിട്ട് ഒരു മറ്റൊരാൾക്ക് എങ്ങനെ ഗുണമുണ്ടാക്കാം, അവരുടെ ലൈഫിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം, അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ പലപ്പോഴും ഈ ഹൈന്ദവ അല്ലെ വിശ്വാസി ഭവനങ്ങളിൽ അവരുടെ ഭവനങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് പല നിർദ്ദേശിപ്പോൾ ഉദാഹരണമായിട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് ഡിവോഴ്സ് ഒക്കെ നടക്കുമ്പോൾ ഒരു ജ്യോത്സ്യന് നല്ല റോൾ എടുക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള ഒരാളാകണം ജ്യോത്സ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ എന്നെ പോലൊരു ആസ്ട്രോളജറുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എനിക്ക് നിങ്ങളോട് എന്തും പറയാം. ആ പറഞ്ഞു തരുന്ന കാര്യത്തിന് പരിഹാരം പറയുമ്പോൾ ആ പരിഹാരം എനിക്ക് കുറച്ച് പൈസ കണ്ടു തന്നാൽ എല്ലാം ഞാൻ മാറ്റിത്തരാം, മുഴുവൻ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അദ്ദേഹം ആ പരിഹാരം ചെയ്ത് പണത്തിന് വേണ്ടിയാണ് എന്നുള്ളത്. ഈ നല്ല ജ്യോത്സ്യന്മാർ എന്ന് മോള് പറഞ്ഞില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ സമ്പന്നർ ആകണമെന്നില്ല, അവർ വലിയ ആർഭാടം കാണിച്ച് ജീവിക്കുന്നവർ ആകണമെന്നില്ല. അവർ അങ്ങനെ ഒരുപാട് അതേപോലെ നിങ്ങൾ അറിയുന്നതിനേക്കാൾ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് ആസ്ട്രോളജേഴ്സ് ഉണ്ട്. അത് നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമായിരിക്കാം, വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കാം. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ആരെയും പേടിപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ അങ്ങനെ ജീവിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരെ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ വലിയ തോതിൽ പരസ്യം ചെയ്ത് വലിയ തോതിൽ പൈസ മുടക്കി പത്രങ്ങളിലൂടെയും അങ്ങനെ ഇങ്ങനെ പൈസ മുടക്കുന്നവർ ആ പൈസ പരസ്യത്തിന് മുടക്കുന്ന പൈസ അവർക്ക് തിരിച്ചു പിടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് കഴിവതും പോകാതിരിക്കാൻ നോക്കുക. ഞാനടക്കം നല്ല ആളുകളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കാം. ക്ലിയർ ആണോ? എത്ര നേരം നിങ്ങൾക്ക് ബോർ അടിച്ചോ? എനിക്ക് എന്ത് തോന്നി ഇതിനെ പറ്റി? കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റി ജ്യോതിഷനെ പറ്റി, എന്തൊക്കെയാണ് ചെയ്യാം, മാറി അതെ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി അതുകൊണ്ട് നിങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നെങ്കിൽ, ജ്യോത്സ്യന്മാർ ആരുടെ അടുത്ത് പോയാലും അവർ പറയുന്ന കാര്യത്തെ നമ്മൾ നമ്മുടെ യുക്തിക്ക് നിന്നുകൊണ്ട് ഇത് ചിന്തിച്ചിട്ട് ഇത് വേണോ എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക. വിവാഹ കാര്യത്തിൽ നേരത്തെ ആദ്യം മോൾ ചോദിച്ച പോലെ ഇമ്മീഡിയറ്റ് ഡിസിഷൻ ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ ജോലി കിട്ടി, നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ, അത് നിങ്ങൾ ഏത് ജ്യോത്സ്യം പറഞ്ഞോ എന്ന് പറഞ്ഞ് വീട്ടുകാർ വന്നാലും പറ്റില്ല എന്ന് പറയണം. ഞങ്ങൾക്ക് ജോലി വേണം, ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ഞങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിവാഹത്തിന് തീരുമാനിക്കണം. പ്രണയിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല, പക്ഷെ പ്രണയത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ പഠിത്തത്തെ ഇല്ലാണ്ടാക്കാൻ പാടില്ല. പലപ്പോഴും ഈ പെൺകുട്ടികളെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് പറ്റും. നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു, നീ എനിക്കിപ്പോൾ ശ്രദ്ധിക്കുന്നതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ വീണിട്ട് പഠിത്തത്തെ കൊണ്ട് കളയും. അങ്ങനെ കളയരുത്. പ്രണയം അതിന് നമ്മൾ എതിർക്കുന്നില്ല, പക്ഷേ പഠിച്ച് ജോലി കിട്ടിയിട്ട് വിവാഹം നടത്തുന്നതാണ് എപ്പോഴും നല്ലത്.
അല്ലാണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് പ്രണയത്തിന് വേണ്ടി പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതും ജ്യോതിഷം പറയുന്ന കാര്യമാണ്. പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല. കാരണം നമുക്കൊരു ആളോട് ഇഷ്ടം തോന്നുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തന്നോ, ഞാൻ പോയി ഇത് നോക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഓണം ഇപ്രാവശ്യം അടിപൊളിയായോ? ഇനിയിപ്പോ നമുക്ക് ഈ എല്ലാ വർഷവും ഓണം എങ്ങനെയാകട്ടെ. പിന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ദുരന്തം അനുഭവിച്ച ആളുകൾ തൊട്ടു മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ ഓണത്തിന് ഒത്തിരി ആർഭാടമൊന്നും കാണിക്കാതെ ഇപ്പൊ പോകുന്ന പോലെ അങ്ങോട്ട് പോവാ. അവരുടെ ആത്മാവിന് വേണ്ടി നമുക്കില്ല. അപ്പൊ എന്നിട്ട് എല്ലാവരും ഇപ്പോൾ ഉള്ളവർക്ക്, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാം എനർജി എടുത്തുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ഒരു ഓണാശംസ നേടാൻ പോവാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് അറിയത്തില്ല, നാട്ടിലില്ലെങ്കിൽ അത് പറഞ്ഞിട്ടേക്ക് തിരിച്ചു തരണം കേട്ടോ. എൻ്റെ നാട്ടിലുണ്ട് ഓണത്തിന് സമ്മാനം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആർക്കാ വേണ്ടാത്ത? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനമുണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്, ഒന്ന് നിങ്ങൾക്ക് കായം ഉപയോഗിച്ച് സാമ്പാറൊക്കെ വയ്ക്കാം. അത് VB കായം സ്പോൺസർ ചെയ്യുന്ന സമ്മാനമാണ്. ഒപ്പം അമിസ് ടീ പൗഡറുണ്ട്, സൺറൈസിൻ്റെ ഒരു സോപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം സമ്മാനമായിട്ട് ഞാൻ തരാൻ പോവാണ്. വേണ്ടല്ലോ? അപ്പം ശരി, എല്ലാവർക്കും സമ്മാനം തരാം. അപ്പൊ ഞങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഇവിടെ വന്ന ഹരിച്ചാറിന് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? പിന്നെ ഗിഫ്റ്റ് തരട്ടെ. അപ്പോ യൂട്ടൻസിൽ കുക്ക്വെയറിന്റെ ഒരു അടിപൊളി സാധനമാണ് ഞങ്ങൾ തരുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ.